ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ വെള്ളിയാഴ്ച ഞാൻ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഇത്തിരി നേരത്തെ ഉറങ്ങിയപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ എടുത്താൽ മതി. ഫുൾ ഡേ കാണിക്കണേക്കാളും നല്ലത് നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഉച്ചയ്ക്കോ ഉച്ചതിരിഞ്ഞോ അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളും പറഞ്ഞു അതാവുമ്പോൾ മമ്മി ലേറ്റ് ആവില്ല, നേരത്തോടെ പരിപാടികൾ കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മമ്മിക്ക് നേരത്തോടെ കിടന്നുറങ്ങാമല്ലോ, ഉറക്കക്ഷീണം വരില്ല. അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ശരിയാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ഞാൻ ചെമ്മീൻ വെച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് എങ്ങനെയാണെന്നറിയില്ല, നോക്കട്ടെ. ചിലപ്പോൾ ഡ്യൂറേഷൻ കുറവാവും, അതനുസരിച്ച് ഞാൻ എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ചാക്കോച്ചന് പകരം തോമുട്ടനാണ് ഉള്ളത്. തോമുട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ ശരിക്കും രാവിലെ അവൻ ഡ്രസ്സ് മാറി ഇറങ്ങി നേരെ ഡേ കെയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. മൂപ്പർക്ക് ഇഷ്ടമാണ്, അവിടെ കുട്ടികളൊക്കെ ഉള്ള കാരണം കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തിരിച്ച് വന്ന് നേരെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബോട്ടിൽ ജ്യൂസ് എടുത്ത് ഒറ്റ പോക്ക മുകളിലേക്ക്. പിന്നെ ചില സമയത്ത് അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ അവന് പകലിങ്ങനെ കളിക്കാൻ സമയം അധികം കിട്ടാറില്ല. ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയ കാരണം തന്നെ ഇന്ന് നേരത്തോടെ എണീറ്റ് അപ്പം കൊണ്ടുവന്ന പുതിയ കാർമിയാണ് ഇന്നത്തെ പണി മുഴുവൻ കേട്ടോ. അപ്പൻ്റെ അതേ സ്വഭാവം, അപ്പൻ്റെ അല്ല അപ്പാപ്പൻ്റെ തനിപ്പകർപ്പാണ് അപ്പൻ്റെ തനിപ്പകർപ്പാണ് തോമു. അപ്പോൾ അങ്ങനെ പാച്ചുവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മുമ്പ് കുറച്ച് 2-3 ദിവസമായിട്ട് കൊണ്ടിട്ടിട്ടുള്ള ഒരു കാറായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഡോൺ കൊണ്ടുവന്നത്. അപ്പോൾ ഇവൻ കിടന്നുറങ്ങുമ്പോഴാണ് ഡോൺ കൊണ്ടുവന്നത്. അപ്പോൾ കാലത്ത് എണീറ്റിട്ട് അപ്പയുടെ പുതിയ കാറ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് കാണിച്ചു തരണേ. എനിക്കാന്ന് വെച്ചാൽ ഈ കാറിനെ പറ്റി ABCD അറിയില്ല എന്ന് പറയാമല്ലോ, അങ്ങനെയാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് പാർക്കിങ്ങിലൊക്കെ വണ്ടി കിടക്കുമ്പോൾ തെറ്റിയിട്ട് കാറിലൊക്കെ കയറും. അപ്പോൾ ഇവരെന്നെ കളിയാക്കും, മമ്മി ഇത് എന്തുട്ടാ മമ്മി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എനിക്കെന്തോ അറിയാം, ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. എനിക്കിതിനോട് ഒരു ഇതുമില്ല കേട്ടോ. അങ്ങനെ രാവിലെ നമ്മുടെ ഡിവൈനാണ് ദോശ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോഴേക്കും പിന്നെ ഇവർക്ക് പോകേണ്ട സമയമായപ്പോൾ ലാസ്റ്റ് ഞാൻ കൈമാറി. ഞങ്ങളങ്ങനെയാണ്, ഇന്ന ആൾ ഇന്നത് ചെയ്യാമെന്നൊന്നുമില്ല. അധിക ഭാഗം ഡിവൈനാണ് രാവിലത്തെ കാര്യങ്ങൾ നോക്കുക കേട്ടോ. കാരണം ഞാൻ എണീക്കാൻ വൈകാറുണ്ട്. പക്ഷേ ഇന്ന് ഡോണിന് നേരത്തെ പോകേണ്ട കാരണം ഞാനും നേരത്തെ എണീറ്റു, ഡിവൈനും നേരത്തോടെ പരിപാടി കഴിച്ച് അവരൊന്നിച്ച് ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പയുടെ കൂടെ ഇന്ന് പുതിയ കാറിലാണ് തോമു ഡേ കെയറിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ എന്നും കയറുന്ന നേരത്ത് ഒരു ചെറിയൊരു കരച്ചിലുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണല്ലോ. നമുക്കും അതെ, ഇങ്ങനെ കുട്ടികളെ സംഭവം വൈകിട്ട് കൊണ്ടുവരികയാണെങ്കിലും ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് പോരുമ്പോൾ നമ്മുടെ നെഞ്ചത്തൊരു വിഷമമാണ്. അതെല്ലാം അമ്മമാർക്കുള്ളതാണ്. പിന്നെ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണടച്ച് അവിടെ നിർത്തിയിട്ട് മിണ്ടാണ്ട് ഒളിച്ചോടി ഇങ്ങോട്ട് പോരും, എന്തെങ്കിലുമൊക്കെ സൂത്രമൊക്കെ കാണിച്ചിട്ട് കേട്ടോ. പക്ഷേ അവൻ അവിടെ നിന്ന് ഇറങ്ങി 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വീഡിയോ അയച്ചു കൊടുക്കും, തുള്ളിച്ചാടി കളിക്കണത്. അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. പോണ നേരത്തുള്ള ആ ഒരു കരച്ചിലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ അതിനെപ്പറ്റി ചിന്തിക്കേയില്ല. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ പതിവും മടി അപ്പാപ്പൻ്റെ മടിയിലാണ്. അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ പാലും ഇതൊക്കെ കൊടുത്തു തുടങ്ങി. ഞാൻ പറഞ്ഞു അടുത്ത 1 മാസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പതുക്കെ കുറുക്കി കൊടുക്കാമെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ നമ്മളുടെ കിച്ചൺ ഞാൻ ഡിവൈൻ പോയോട് കൂടിയിട്ട് ഞാൻ വേഗം കിച്ചണിൽ കയറി. അപ്പോൾ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ 2:30 മുമ്പായിട്ടാണ് ഒരു തിക്കും തിരക്കും ബഹളം ഉണ്ടാവും. ഇന്നലെ ഞാൻ കുറേ ലേറ്റായിട്ട് വരെ ഇരുന്ന കാരണം എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ആൻറ്റി ഇങ്ങനെ അടുക്കള വൃത്തിയായി വെക്കണേന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുക്കള നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അലങ്കോലമായിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയിൽ ഒരു പണി എടുക്കാണ്ട് ഒരറ്റത്തുനിന്ന് തുടങ്ങുക. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാതിലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. വാതിലിൻ്റെ അവിടെ തുടങ്ങി തോർത്ത് ചുരുണ്ടി കിടക്കണമെങ്കിൽ തോർത്തൊന്ന് നിർത്തിയിടും. എന്നിട്ട് ഇങ്ങോട്ട് കിടക്കുമ്പോഴാവും ചായ കുടിച്ചിട്ട് ഗ്ലാസ് കാലത്തല്ലേ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളതെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ കാണാനൊരു ഭംഗിയില്ല. അപ്പോൾ നിങ്ങളിൽ പലരും വീട്ടിൽ ചെയ്യുന്ന പണി ഇങ്ങനെയാവും, എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടാവും. പക്ഷെ ആ വെക്കുന്നത് നമ്മളതൊരു ഭംഗിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കാണാനൊരു ഭംഗിയാണ്. ഇപ്പം നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഡിസൈനിലുള്ള കപ്പ, അപ്പോഴും കാണാനൊരു ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ എല്ലാത്തിനും ഒരേ എംബ്ലം ഒരേപോലെ ഭംഗിയിൽ കാണാം. അപ്പോൾ നമ്മൾക്ക് ഒരു ചന്തം ഉണ്ടാവും. നമ്മൾ പറയില്ലേ, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ട്
പോയിട്ട് ഒന്നിച്ച് നിൽക്കണതും അങ്ങനെ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കണതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ദേ ഇരിക്കണ എന്ത് ഭംഗിയാണ്, ഒരേപോലെ ഒരു യൂണിഫോം ഇട്ട കുട്ടികളെ പോലെ ഭയങ്കര ഭംഗിയിൽ ഇരിക്കുന്നുണ്ട്. സംഭവം അപ്പുറത്തൊക്കെ പലതും പല ഡിസൈനാണ്. അപ്പോൾ നമ്മൾ വെക്കുന്നതിൻ്റെ അനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ഒരേ ഭംഗി. ഇതിനൊന്നും പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, വളരെ സിമ്പിൾ. അതെ ഈ കപ്പായാലും അതെ ഇത് ഈ പറഞ്ഞോണം ഇങ്ങനെ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ പ്ലെയിനാണ്. പക്ഷേ നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് വെക്കുന്നത്. അപ്പോൾ ചിലത് തിരിച്ചും ചിലത് മറച്ചും വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയാണല്ലോ അപ്പോൾ അപ്പുറത്ത് അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്നുള്ളതല്ല. ഇത് ഫുൾ വെള്ളയാണ്. അപ്പോൾ അതുമ്മ കാര്യമായിട്ടൊന്നും കാണാനില്ല, ഒരെണ്ണത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതോടുകൂടി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മുകളിലത്തെ കുപ്പികളുടെ അവിടേക്കൊന്ന് നോക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ വല്ല ലേബിളൊക്കെ തിരിഞ്ഞിരിക്കണമെങ്കിൽ അത് അപ്പം തന്നെ അങ്ങോട്ട് കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി കണ്ടോ. അപ്പോൾ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് വൈകുന്നേരം നാളെ കാലത്ത് വരെ അത് ആരെങ്കിലും എടുക്കുകയോ തിരിച്ച് വെക്കുകയോ ചെയ്താൽ നമ്മളത് ബോധറേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് ഇതേ നോക്കി, ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ലേബിൾ കാണാണ്ടിരിക്കുക ബുദ്ധി. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ലേബിളില്ല. അപ്പം ഞാൻ ഉള്ള ലേബിൾ ബാക്കിലേക്ക് തിരിച്ചു വയ്ക്കും. അപ്പോൾ നമ്മൾ സാഹചര്യം അനുസരിച്ച് നീങ്ങാന്ന് പറയില്ലേ, അത് അങ്ങനെയാണ്. ചിലത് ലേബിളുള്ളത് വെക്കേണ്ടി വരും, ചിലത് ഇല്ലാത്തത് വെക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേ വറുക്കണ ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് വളരെ കുറവാണ്. കാരണം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇഷ്ടംപോലെ സ്വീറ്റ്സും അതും ഇതും കേക്കും ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുപ്പിയിൽ നിറച്ച് കിടക്കണത് എന്തുട്ടാന്ന് വെച്ചാൽ കുട്ടികൾ തിന്നതിൻ്റെ ബാക്കി, പിന്നെ ബിസ്ക്കറ്റുകളുടെ പൊടി പൊട്ടിയത് അതൊക്കെ ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ട് ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് പട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് പൊടിച്ച് ഗോതമ്പ് പൊടിയിൽ പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ അതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം മധുരമുള്ളതവർക്ക് കഴിക്കാമല്ലോ, അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ മറ്റേ മേശപ്പുറം കഴിഞ്ഞു കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ആ ഭാഗം മൊത്തം ക്ലീനായി. മറ്റേ മാതാവിൻ്റെ വെച്ച ഭാഗമൊക്കെ ക്ലീനായി. പിന്നെ ഞാൻ നേരെ ഓവൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഭാഗം ഒന്ന് ക്ലിയറാക്കും. അപ്പോൾ അവിടെ കുട്ടികളുടെ ഫ്ലാസ്കും പാലിൻ്റെ പൊടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു വശത്തേക്ക് മാറ്റി വെച്ചു. ഇത് രണ്ടെണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ അലമാരി ഒതുക്കിയിട്ടുണ്ടായിരുന്നു, കബേർഡ് ഒതുക്കിയപ്പോൾ അവിടെ നിന്ന് ഡീ പ്രോട്ടീനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോർലിക്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ അതൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ കുപ്പി എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ അപ്പോൾ കണ്ടു ഈ ഭാഗം ആക്കണോട് കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ആ കബേർഡൊക്കെ ഒന്ന് തുറന്ന് നോക്കും, എന്തെങ്കിലും അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഒന്ന് ക്ലിയർ ആക്കി വെക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മളിതിങ്ങനെ നോക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഇതിന് വേണ്ടി പ്രത്യേകം ഒരു ദിവസം ഒതുക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും നമ്മൾ ജസ്റ്റ് ഒന്ന് തുറക്കുക, ഇതിലെന്തോ കുറവുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ തിരിച്ച് വെച്ചത് ഇങ്ങോട്ട് മറച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ അതാത് ദിവസം ഈ ടിഷ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 2 റോള് വാങ്ങിയതാണ്. നമ്മുടെ നെസ്റ്റോയിൽ ഓഫർ ഉണ്ടായിരുന്നു 100 രൂപ 2 റോളിന്. അപ്പോൾ അത് വാങ്ങി വെച്ചാൽ കുട്ടികൾ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും താഴത്ത് കറികൾ പോവുകയൊക്കെ ചെയ്താൽ ഈ ടിഷ്യൂ ആകുമ്പോൾ ഇത്തിരി കട്ടിയുണ്ട്, നമുക്കതുകൊണ്ട് തുടച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും എളുപ്പമാണ്. അത് കഴിഞ്ഞ് ഒരു വെറ്റ് ടിഷ്യൂ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ക്ലീനായി. അപ്പോൾ ഈ ഭാഗവും ഞാൻ അത് ക്ലിയറാക്കി. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഈ 2 ഭാഗം ക്ലിയറായി. ഇനിയുള്ളത് പിന്നെ ഞാൻ ചെയ്യുക അടുപ്പിൻ്റെ അവിടെ നിങ്ങൾ ക്ലിയർ ആക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഡിവൈൻ വന്നിട്ട് വേണം ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ ദോശമാവും ചമ്മന്തിയും ഒക്കെ റെഡിയാക്കി വെച്ചു. ഇത് ഞാൻ അവർക്കുള്ള പുട്ടിന് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പുട്ടിന് കുഴച്ച് വെച്ചത്. അതായത് ഗോതമ്പ് പൊടി പഴയതിരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ ബാലവാടിയിൽ നിന്ന് കിട്ടുന്ന മാവ്, അതിൻ്റെ പേരും തൊട്ടാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കിട്ടുന്നില്ല കേട്ടോ, പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. അതും കൂടി വെച്ചിട്ട് പോഷകപ്പൊടി അതും കൂടിയിട്ട് ഞാൻ അത് ഇത്തിരി പഴയതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിന് കൊടുക്കാറായി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഞാൻ അതും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ട് ആവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദേ ഒരു ബോക്സിലാക്കി ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. അപ്പോൾ ആ ഭാഗം ആ സ്റ്റീമർ ഒന്ന് കഴുകി അവിടെ കമത്തി വെച്ചു. അപ്പോൾ ആ ഭാഗം മൊത്തം ക്ലീനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിവൈൻ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചാൽ നാളേക്കുള്ളതായി. അങ്ങനെ ദേ എല്ലാ 2 ഭാഗവും ക്ലീനാക്കി പാത്രങ്ങൾ കഴുകാനുള്ളത് അവിടെ ഇട്ട് അത് കഴുകി എല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്ക് ഡിവൈൻ വന്നു. ദേ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഡിവൈൻ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് കിച്ചൺ ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ എൻ്റെ ചെമ്മീൻ കറി ഇവർക്ക് വലിയ ഇഷ്ടമാണ്, ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ തൈര് മോര് കറി വെക്കാമെന്ന് വിചാരിച്ചു. മോര് വച്ചിട്ട് ചെമ്മീൻ കറിയും വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മീൻ വറുത്തതിലൊരു പീസ് ഡിവൈൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അച്ചാറും നമ്മുടെ കാലിക്കറ്റ് പുളിയിഞ്ചിയും ഉണ്ട്, സൂപ്പർ സാധനമാണ് കേട്ടോ. അത് നെസ്റ്റോളത്തെയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചൂടാറിയപ്പോൾ ഞാൻ അതെടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി ആ പാത്രം കഴുകി പാത്രവും കഴുകി അവിടെ വെച്ചു. അപ്പോൾ ഞാൻ
ചോറ് വയ്ക്കാനായിട്ട് ഞാൻ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സോളാറിൻ്റെ ഒരു ടാപ്പ് അടുക്കളയിലേക്ക് വെക്കണം. പോയിൻ്റ് വന്ന് കെടുക്കേണ്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വട്ടയിൽ വെള്ളം മറ്റേ ഇൻഡക്ഷനിൽ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്ക് അരിയിലേക്ക് ഇടുക. എന്നിട്ട് ഗ്യാസ് വയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാസല്ലേ നമുക്ക് ആവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മോര് കറിയിലേക്കുള്ളത് ഇപ്പുറത്ത് അടിച്ച് വെച്ചു. അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം, കുക്കറിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ എനിക്ക് 3 or 4 കുക്കറുണ്ട്. പക്ഷേ എല്ലാതും ഈ വാഷ് ശരിയാവാണ്ട് കിടന്ന് 2 വട്ടം 3 വട്ടം വയ്ക്കുമ്പോഴേക്കും ശരിയാവില്ല. അപ്പോൾ ഈ ഒരെണ്ണം കൊണ്ടാണ് ഇപ്പോഴത്തെ കളി മുഴുവൻ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു കുക്കർ വാങ്ങിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കുക്കർ പുതിയതാണ്, പക്ഷേ ഈ വാഷ് ശരിയല്ലാണ്ടാന്ന് തോന്നുന്നുണ്ട്. 2 കുക്കറും ചെറുതും അതെ വലുതും അതെ സ്റ്റീലിൻ്റെ കുക്കർ ശരിയാവണില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡിമ്പിൾ വരുമ്പോൾ എപ്പോഴും പറയും മമ്മിയുടെ കുക്കർ ശരിയല്ല, മമ്മിയോട് മാത്രമേ ചീറ്റുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ മോരുകറി കാച്ചി ഒഴിക്കുകയാണ്. അപ്പോൾ മോരുകറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. മോരുകറിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പിയുടെ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇന്നാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് തൈര് എടുത്തിട്ട് വെച്ചിട്ട് നമ്മളുടെ പാൽ ഒരു ഇളം ചൂടിൽ, അതായത് എന്ന് വെച്ചിട്ട് ചൂടുണ്ട് എന്നല്ല, ഒരു ഇളം ചൂട് റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഒരിത്തിരി ചൂടുണ്ടായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടത്തൈര് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വെള്ളം ഒഴിക്കാണ്ട് കാച്ചണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് വറ്റിക്കേണ്ട കാര്യമില്ല. ഞാൻ വറ്റിക്കാറില്ല, പക്ഷേ നല്ല കട്ടിയുള്ള തൈര് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടാണ് ഞാൻ മോരുകറിക്ക് ഉപയോഗിക്കുക. അപ്പോൾ അധികം പുളിയുമില്ല, എന്നാൽ നല്ലൊരു ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെക്കുന്ന മോരുകറി ആയതുകൊണ്ടല്ല, അതെൻ്റെ ഗുണമല്ല കേട്ടോ, തൈരിൻ്റെ ഗുണമാണ്. നല്ലൊരു എന്താ പറയുക, ഒരു പുളിയൊന്നുമില്ല, എന്നാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾക്ക് ആ സൂത്രം കൂടി പറഞ്ഞുതരാം. എന്നാണോ ചട്നി ബാക്കി വരണത് അന്നാവും എൻ്റെ മോരുകറി. അത് കുട്ടികൾ കുഞ്ഞിലെ തൊട്ട് പറയും, ഡാഡി ചട്നി ബാക്കി വയ്ക്കേണ്ട കേട്ടോ, ഇന്ന് മോരുകറി കൂട്ടേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബാക്കി വരുന്ന ചട്നിയിൽ ഞാൻ കുറച്ച് മോരൊഴിച്ചിട്ട് തൈരൊഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കും. എരിവ് വേണമെങ്കിൽ ഒരു പച്ചമുളകും അടിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടാണ് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ കടുക് പൊട്ടിക്കുമ്പോൾ തൈര് ചേരുന്ന എല്ലാത്തിലും ഉലുവ എന്ന് പറയും. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ കടുകും ഉലുവയും മുഴുവൻ മുളകും വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കടുക് പൊട്ടിക്കുക. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ചേർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് ടേസ്റ്റാണ് കേട്ടോ എൻ്റെ മോരുകറിക്ക്. മഞ്ഞളും ഇടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ബിസിനസ്സും കൂടി ഉള്ള കാരണം രണ്ടും കൂടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഡാഡി ഈ സമയത്താണ് ഡാഡി പുറത്ത് പോയിട്ട് വരിക കേട്ടോ. പ്ലേറ്റിങ്ങൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടു. അപ്പോൾ പണ്ടേ ഡിമ്പിൾ റോസിൻ്റെ പേരിലാണ്, അതുകൊണ്ടാണ് എല്ലാ കവറും ഈ ഡിമ്പിൾ റോസ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം ഇനി ഇതൊക്കെ എനിക്ക് സോർട്ട് ചെയ്ത് വെച്ച് ഫോട്ടോസ് എടുത്തിട്ട് വേണം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. പക്ഷേ എനിക്കതൊരു നേരം പോക്ക, എനിക്കും ഡാഡിക്കും ഭയങ്കര നേരം പോക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പണി ചെയ്യുമ്പോഴേക്കും ഡിവൈൻ ഇപ്പോൾ അകത്തത്തെ കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അടുക്കളയിൽ കയറി, ഡാഡി പുറത്ത് പോയി തിരിച്ച് വരുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ 3 ആളുടെയും പണികൾ കഴിഞ്ഞു. ഡിവൈൻ മുകളിലേക്ക് പോവും, മോർണിംഗ് കൊണ്ടുപോകും. ഞാനും ഡാഡിയും ഈ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കും. അപ്പോൾ നമ്മുടെ തൈര് മറ്റേ പാല് ചൂടാറിയിട്ട് ഞാനത് ഒഴിച്ചു. തൈര് ഓൾറെഡി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. ഇഡ്ഡലിയും ചൂടാറി. അപ്പോൾ ഞാനിനി അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലിയറായി. അപ്പോൾ ഇന്നലത്തെ മീൻ വറുത്തുണ്ടായിരുന്നു, അത് ഞാൻ നല്ലോണം ഓവനിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ പാത്രത്തിൽ ചൂടാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഡിവൈൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചില സമയത്ത് വരാറില്ല. ഇന്ന് നമ്മുടെ അവൻ ഉറങ്ങിയിട്ടുണ്ട്, സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് കഴിക്കാം. അപ്പോൾ ഞാൻ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാതെ പറഞ്ഞാൽ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് മോരുകറിയും ചെമ്മീൻ കറിയും മീൻ വറുത്തതും പിന്നെ നമ്മുടെ പുളിയിഞ്ചിയും ഒക്കെ. പുളിയിഞ്ചി അല്ല, അതിൻ്റെ പേര് എനിക്ക് അങ്ങോട്ട് കറക്റ്റ് അറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണെന്ന് എനിക്കറിയാം. അതിൽ പച്ചമുളക് ഉണ്ട്, ഭയങ്കര രസം അതിലത്തെ. അപ്പോൾ ഇവർക്ക് ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ചെമ്മീൻ കറിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2:15 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ഞങ്ങളുടെ പണികൾ കഴിഞ്ഞു. ഡിവൈൻ്റെ മുകളിലേക്ക് പോയി. ഇനിയാണ് എൻ്റെയും ഡാഡിയുടെയും പണി, അതായത് ബിസിനസ്സിലിരിക്കുക എന്നുള്ളത്. അപ്പോൾ 2:30 ആകുമ്പോഴേക്കും പോസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വന്നു. അപ്പോൾ എടുത്തു കഴിഞ്ഞ് ബാക്കി ചെമ്മീൻ്റെ ചൂടാക്കി വെച്ചു രാത്രിയിലേക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറും ചെമ്മീനും മോരുകറിയും ചെമ്മീൻ വറക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്, അതും കൂടി ഇന്നത്തെ രാത്രി അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ ചപ്പാത്തിയും വേറെ കറിയൊന്നും വെക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഉച്ച വരെയുള്ള പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നാളെ പുതിയ വിശേഷമായിട്ട് വരാം. പറ്റിയെങ്കിൽ ഞാൻ ചെമ്മീൻ്റെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. ഇനിയിപ്പോൾ ഉച്ചതിരിഞ്ഞലത്തെ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം.